അതെ, നോമ്പുകാലമാണ്. പോരാത്തതിന് നല്ല ചൂടും. ഇതിന്റെയൊക്കെ ഇടയിൽ അലർജി രോഗികളിൽ പലർക്കും തന്റെ അലർജിയുടെ ബുദ്ധിമുട്ട് നന്നായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. എന്താ കാര്യം എന്നല്ലേ? അതായത് ഈ നോമ്പിന്റെ സമയത്ത്, എസ്പെഷ്യലി ഈ വേനൽക്കാലത്തുള്ള നോമ്പായതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞ അളവിലാണ് കാണുന്നത്. ഈ വെയിലിന്റെ ചൂട് കാരണം ശരീരത്തിലുള്ള ജലാംശം ഗണ്യമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ശരീരത്തിലുള്ള ജലാംശത്തിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയുന്നത് പോലെ തന്നെ അലർജി ലക്ഷണങ്ങളെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അലർജി ലക്ഷണങ്ങളെ അധികരിപ്പിക്കുന്ന ഹിസ്റ്റമീൻ എന്ന് പറഞ്ഞിട്ടുള്ള രാസപദാർത്ഥത്തിന്റെ അളവും രക്തത്തിൽ കൂടുന്നു. ഇത് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അലർജിയുടെ ലക്ഷണങ്ങൾ ഭയങ്കരമായിട്ട് അധികമാവുകയും നമുക്ക് ഏറെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നമ്മൾ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക. അതായത് കൂടുതൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അത്താഴത്തിന്റെ സമയം വരുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒരുമിച്ച് കുടിക്കുക എന്നതല്ലാതെ നോമ്പ് തുറന്നതിന് ശേഷം അത്താഴം വരെയുള്ള ആ ഒരു ഇടവേളയിൽ നമ്മൾ ഇടയ്ക്കിടെ ചെറിയ അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ വെള്ളം കുടിക്കുമ്പോൾ മാത്രമേ അത് ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഒരുമിച്ച് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ അത് യൂറിനിലൂടെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, കുറഞ്ഞ അളവിൽ വെള്ളം ഇടയ്ക്കിടെ കുടിച്ച് ശരീരത്തിലെ ജലാംശം നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.